ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈറ്റ് ഓൺ മീയുടെ 12ാമത്തെ എപ്പിസോഡ് കാണാം. 11ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ഷിന്നു ടേക്കിങ്ങിനോട് നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിക്കുന്നത് വരെയാണ്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ അവർ രണ്ടുപേരും കൂടെ ഷിൻമുവിൻ്റെ വീട്ടിലിരിക്കുകയാണ്. അപ്പോഴും നല്ല വിഷമത്തിലാണ് ടേക്കിങ്. ഇത് കണ്ടിട്ട് ഷിൻമു പറയും, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്, അതുപോലെ നീ ഡേയോണിനെ വെറുക്കരുത്, ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഷിൻമു പറയുന്നത് കേട്ടിട്ടും ടേക്കിങ് ഒന്നും പറയാതിരിക്കുന്നത് കണ്ടിട്ട് ഷിൻമു പറയും, എനിക്ക് ഡേയോണിൻ്റെ അവസ്ഥ മനസ്സിലാവും, കാരണം ഞാനും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവനിപ്പോൾ നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇതെല്ലാം ഞാൻ ഡേയോണിൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഇനി ടേക്കിങ്ങിൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവ ഒരു കൂറപ്പയ്യനാണ്, നീ എത്ര വേണോ അവനെ വെറുത്തു എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടേക്കിങ്ങിൻ്റെ വയറിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോഴേ ഷിൻമുവിന് മനസ്സിലാവുന്നു അവന് വിശക്കേണെന്ന്. ഇത് മനസ്സിലാക്കിയിട്ട് അവ അവിടെ നിന്ന് അടുക്കളയിൽ പോയി കുക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ടേക്കിങ് ആണെങ്കിൽ ഷിൻമുവിൻ്റെ റൂമൊക്കെ പോയി കാണുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചേക്കാൾ നല്ല വൃത്തിയൊക്കെ ഉണ്ടെന്ന്. അവൻ ആ റൂം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കീ ചെയിൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. ഈ സമയം ഷിൻമു അവനെ പുറത്തു നിന്ന് വിളിക്കുകയാണ്. ടേക്കിങ് ആ കീ ചെയിനും കൊണ്ട് ഷിൻമുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഇത് നമ്മളന്ന് ട്രിപ്പ് പോയപ്പോൾ കണ്ട കീ ചെയിൻ അല്ലേ, നീ ഇത് വാങ്ങിയായിരുന്നു എന്ന്. അപ്പോൾ ഷിൻമു പറയുന്നു, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു, എന്താ നിനക്കിത് വേണോ, എന്നാ നീ എടുത്തോ എന്ന്. ഇത് കേട്ടിട്ട് ടേക്കിങ് ഷിൻമുവിനോട് ചോദിക്കും, നീ എന്താ പറഞ്ഞേന്ന്. അപ്പോൾ ഷിൻമു പറയും, ഒന്നുമില്ല, നീ വാ നമുക്ക് കഴിക്കാന്ന്. എന്നിട്ട് അവരിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ടേക്കിങ് ഷിൻമുവിനോട് ചോദിക്കും, നീ പുറത്ത് വെച്ച് നടന്നതെന്നും ആരോടും പറയില്ലല്ലോ എന്ന്. അപ്പോൾ ഷിൻമു ചോദിക്കും, എന്ത് നീ പുറത്ത് വെച്ച് കരഞ്ഞതാണോ എന്ന്. ഷിൻമു ടേക്കിങ് അന്നേരം കരയാൻ നേരത്ത് പറഞ്ഞായിരുന്നു, ഞാൻ കാണാത്ത മാതിരി നിന്നോളാന്ന്. അത് ഓർത്തതിന് ശേഷം ടേക്കിങ് ചോദിക്കുന്നു, നീയല്ലേ പറഞ്ഞ നീ കാണാത്ത മാതിരി നിൽക്കാന്ന്, ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേന്ന്. അപ്പോൾ ഷിൻമു ചോദിക്കും, ഓ അങ്ങനെ, എന്നാ നീ കരഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും കണ്ടിട്ടും ഇല്ലെന്ന്. ഷിൻമു പറയുന്നത് കേട്ടിട്ട് ചെറുതായിട്ട് ടേക്കിങ് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം എന്നോട് ചോദിക്കുകയാണ്, നിന്റെ അമ്മയും അച്ഛനും എവിടെ പോയെന്ന്. അപ്പം അവൻ പറയുന്നു, അവർ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോയേക്കാണെന്ന്. അപ്പം ടേക്കിങ് ചോദിക്കുന്നു, അപ്പം ഞാൻ ഒരു ദിവസത്തേക്ക് ഇവിടെ നിൽക്കട്ടെ എന്ന്. അപ്പം ഷിൻമു ചോദിക്കും, എന്തിനെന്ന്. അപ്പം അവൻ പറയും, അല്ല ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്ന് ഓരോ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിൽക്കാറില്ലേ, ഞാൻ ടി വിയിൽ വരെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പം ഷിൻമു പറയും, ആ എന്നാൽ ശരി നീ നിന്നോ എന്ന്. ഇത് കേട്ടിട്ട് ടേക്കിങ്ങിന് നല്ല സന്തോഷമാവുന്നുണ്ട്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് മൂവി കാണുകയാണ്. മൂവി കാണുന്ന സമയത്ത് ടേക്കിങ് ഷിൻമുവിനോട് ചോദിക്കുന്നു, നിനക്ക് എങ്ങനത്തെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പോൾ ഷിൻമു പറയാനായിട്ട് വരുമ്പോഴത്തേക്കും അവൻ പറയും, അല്ലെങ്കിൽ നിൽക്കും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പറയാമെന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഷിൻമു മാത്രമേ പറയുന്നുള്ളൂ. ഷിൻമു പറയുന്നത് റൊമാൻസ് എന്നാണ്. ഇത് കേട്ടിട്ട് ടേക്കിങ് പറയും, ഇപ്പോൾ കോമഡി ആയിട്ടുള്ള ഷിൻമുവിന് റൊമാൻസേ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം അവൻ പറയാണ്, എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് നിന്റെ കൂടെ ഇരിക്കുന്ന നിമിഷങ്ങളെന്ന്. ടേക്കിങ് പറയുന്നത് കേട്ടിട്ട് ഷിൻമു കുറച്ചു നേരം ടേക്കിങ്ങിനെ നോക്കിയതിന് ശേഷം പറയുന്നു, ബാ നമുക്ക് മൂവി കാണാമെന്ന്. എന്നിട്ട് അവർ മൂവി കാണുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ടേക്കിങ് ഉറങ്ങുന്നുണ്ട്. അടുത്ത സീനിൽ ലീസൂഹിനെയാണ് കാണിക്കുന്നത്. അവൾ ഡേയോണിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, ആ ഫോട്ടോ എടുത്തത് ഞാനാണ്, അവർ നിൽക്കുന്നത് കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നിയാണ് ആ ഫോട്ടോ എടുത്തത്, പക്ഷേ ഇപ്പോൾ ആരും ആ ഫോട്ടോ വെച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാണ്, അതൊന്നും സത്യമൊന്നും അല്ലെന്ന്. അപ്പോൾ അതിൽ അവൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കും, എന്നാൽ ഡേയോണിന് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞുകൂടെയിരുന്നോ എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, എന്തിനാണ് ഇല്ലാത്ത കാര്യത്തിനെ പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഡേയോൺ ഒന്നും പറയാത്തതെന്ന്. ഇവള് പറഞ്ഞതിന് ശേഷം മറ്റൊരു പയ്യൻ ചോദിക്കുകയാണ്, പിന്നെ അവരെന്തിനാ ഞങ്ങൾ കൗൺസിൽ റൂമിൽ ചെന്നേണ്ടെന്ന് കൈ കോർത്തിരുന്നേന്ന്. ഇത് കേട്ടിട്ട് അവൾ പറയും, അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ ഇരുന്നത്, അല്ല മറ്റൊന്നും ഇല്ലെന്ന്. ഈ സമയം അവിടെ ഡേയോൺ വരെയാണ്. ഡേയോൺ വന്നിട്ട് ലീസൂഹിയോട് ചോദിക്കുന്നു, അല്ല നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ അവൾ പറയുന്നു, നിന്നെ സപ്പോർട്ട് ചെയ്ത് പറയാനായിട്ട് വന്നേണെന്ന്. അപ്പോൾ അതിലൊരു ചെറുക്കൻ പറയുന്നു, ഇതെല്ലാം നേരത്തെ പറഞ്ഞുകൂടെയായിരുന്നു എന്ന്. അപ്പോൾ അവൻ പറയുന്നു, നിങ്ങൾ ചുമ്മാ ഇതിനെപ്പറ്റി ഇനി സംസാരിച്ചുകൊണ്ടിരിക്കരുതെന്ന്. ഇത് കേട്ട് ആ പിള്ളേർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് ലീസൂഹി അടുത്ത് പറയാണ്, നീ ഇനി ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്, ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നാൽ സംസാരിക്കാനേ നേരം കാണുള്ളൂ, അതുകൊണ്ട് നീ പെട്ടെന്ന് തന്നെ നിൻ്റെ സ്കൂളിലേക്ക് പോകാൻ നോക്കാൻ. അവിടെ ടേക്കിങ് ആണെങ്കിൽ കൗൺസിലർ റൂമിൽ വിഷമത്തിലിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നങ്കുങ് ചോദിക്കും, നീ ഗെയിം കളിക്കുന്നുണ്ടോ, നീ എങ്ങനെയെങ്കിലും ഈ ഗെയിം കളിച്ചെന്നൊന്ന് ജയിപ്പിച്ചു തരാം. അപ്പോഴത്തേക്കും ടേക്കിങ് പറയും, എനിക്ക് ഗെയിമൊന്നും കളിക്കാൻ അറിയത്തില്ലെന്ന്. ഇത് കേട്ട് നങ്കുങ് പറയും, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, നീ കളിക്കെന്ന്. അങ്ങനെ അവൻ വാങ്ങിച്ചിട്ട് അവൻ കളിക്കുന്നുണ്ട്. ടേക്കിങ് ഗെയിം കളിക്കുന്ന സമയത്ത് നങ്കുങ് ആണെങ്കിൽ പെട്ടെന്ന് ഷിൻമുവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കുന്നു, ഓക്കെ അല്ലേ എന്ന്. ഇത് കണ്ടിട്ട് ഷിൻമു ചിരിക്കുന്നുണ്ട്. ഈ സമയം ഇവിടെ ഡേയോൺ വരുന്നുണ്ട്. ഡേയോൺ വരുമ്പോഴത്തേക്കും നങ്കുങ് ടേക്കിങ്ങിനോട് ഗെയിം കളിക്കാൻ പറഞ്ഞില്ലായിരുന്ന ആ ഗെയിം അവൻ തോപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൻ പറഞ്ഞ, അയ്യോ ഞാൻ ഈ ഗെയിമിൽ തോറ്റേന്ന്. ടേക്കിങ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഡേയോൺ അങ്ങോട്ട് കയറാതെ അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ക്ലാസ് റൂമാണ് കാണിക്കുന്നത്.
ഇവരിങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നങ്കുങ് ആണെങ്കിൽ ടേക്കിങ്ങിന് ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട്. ആ പേപ്പറിൽ എന്തോ പടമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ എഴുതിയിട്ടുമുണ്ട്. ഇത് കണ്ട് ടേക്കിങ് ചിരിച്ചതിന് ശേഷം അതേ പേപ്പർ തന്നെ ഷിൻമുവിനും ടേക്കിങ്ങും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഷിൻമുൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ടേക്കിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ മതി നിർത്ത്, നീ ഇന്ന് പഠിക്കാൻ നോക്കുക. അപ്പോൾ ടേക്കിങ് പറയും, ആ ശരി പഠിക്കാന്ന്. ഇതൊക്കെ എന്നിട്ട് നോക്കിയിരുന്ന് ഷിൻമു ചിരിക്കുന്നുണ്ട് വീണ്ടും. ഈ സമയം അവിടെ ഡേയോൺ വരെയാണ്. ഡേയോൺ അവിടെ വന്നതിന് ശേഷം ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന സാറിനെ തട്ടി ഉണർത്തേണ്. എന്നിട്ട് അവൻ്റെ കയ്യിരിക്കുന്ന ബുക്കൊക്കെ സാറിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അവൻ ടേക്കിങ്ങിനെ നോക്കിയാണ്. ഇത് കണ്ട ഷിൻമുവിനാണെങ്കിൽ പേടിയാവുന്നുണ്ട്. കാരണം ടേക്കിങ് വീണ്ടും ഡേയോണിനെ കണ്ടു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വീണ്ടും അവൻ വിഷമിക്കില്ലേ. അതുകൊണ്ട് ടേക്കിങ്ങിൻ്റെ അടുത്ത് അവൻ പറയുന്നില്ല. ഷിൻമു ഇങ്ങനെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ടേക്കിങ് ആണെങ്കിൽ അങ്ങോട്ട് നോക്കാനായിട്ട് പോകുന്നു. ഇത് മനസ്സിലാക്കി ഷിൻമു ആണെങ്കിൽ അവൻ്റെ മുഖം പെട്ടെന്ന് തിരിക്കുന്നുണ്ട്. ഡേയോൺ ഇത് കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുമാതിരിയായി ഷിൻമു സാറിൻ്റെ അടുത്ത് പെട്ടെന്ന് പറയാണ്, സാർ എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന്. എന്നിട്ട് അവ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവിടെ നിന്ന് ഷിൻമു ഇറങ്ങിപ്പോയി ഡേയോണിനെയാണ് കാണുന്നത്. ഡേയോൺ അപ്പോൾ പറയുന്നുണ്ട്, നീ എന്തായാലും അകത്ത് അങ്ങനെ ചെയ്തത് നന്നായി, അതുപോലെ നീ ടേക്കിങ്ങിനെ നല്ലതുപോലെ നോക്കിക്കൊള്ളണേ എന്ന്. ഇത് കേട്ടിട്ട് ഷിൻമു ചോദിക്കും, നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിന്റെ സ്വന്തം കാര്യം മാത്രമല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത്? പാവ ആ ടേക്കിങ് ഇന്നലെ ഒരു ദിവസം മുഴുവൻ നിന്നെ കാത്തു ഒന്നും കഴിക്കാതെ ഇരുന്നു, എന്നിട്ട് നീ അവനെ അവോയ്ഡ് ചെയ്യുകയല്ലേ ചെയ്തതെന്ന്. ഷിൻമു പറയുന്നതൊക്കെ കേട്ടിട്ട് ഡേയോൺ പറയും, നീ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ എന്തായാലും പോകുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന്. അടുത്ത സീനിൽ ഡേയോൺ കൗൺസിലർ റൂമിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടെ നങ്കുങ് വന്നിട്ട് അവരടുത്ത് ചോദിക്കുകയാണ്, നിന്നെ ഇപ്പോൾ ഇവിടോട്ട് കാണാറേ ഇല്ലല്ലോ, ഒരുപാട് ബിസിയാണോ എന്ന്. അപ്പം ഡേയോൺ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇത് കേട്ടിട്ട് നങ്കുങ് പറയും, നീ പേടിക്കണ്ട, നിൻ്റെ കൂടെ എപ്പോഴും ഫ്രണ്ടായിട്ട് ഞാൻ കാണുമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. 10 മണിയായിട്ടും ഡേയോൺ അവിടെ നിന്ന് പോവാതെ വീണ്ടും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ലീസൂഹിനെയാണ് കാണിക്കുന്നത്. അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നങ്കുങ് വന്നിട്ട് ചോദിക്കുന്നു, അത് ചെയ്തത് നീയല്ലേ എന്ന്. അപ്പോൾ ലീസൂഹി പറയുന്നു, ഞാനല്ലെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, നീയല്ലേ ആ ഫോട്ടോ എല്ലാവർക്കും അയച്ചതെന്ന്. ഇവൻ പറയുന്നത് കേട്ടിട്ട് അവൾ പറയും, നീ ഇത് ചെന്ന് ഡേയോണിൻ്റെ അടുത്ത് പറയല്ലേ എന്ന്. അപ്പോൾ അവൻ ചിരിച്ചിട്ട് ചോദിക്കും, ഞാൻ എന്തിനു പറയണം, നീ അവൻ്റെ നല്ലതിനായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നീ തന്നെ പോയി എന്തായാലും പറയുമെന്ന്. അടുത്ത സീനിൽ ഡേയോൺ ആണെങ്കിൽ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഒരു ചെറുക്കൻ വന്നിട്ട് അവൻ്റെ അടുത്തൊരു സഹായം ചോദിക്കുന്നു. അപ്പോൾ ഡേയോൺ പറയും, എനിക്കിപ്പോൾ സഹായിക്കാനൊന്നും നേരെ ഇല്ലെന്ന്. അങ്ങനെ ആ ചെറുക്കൻ അവിടെ നിന്ന് പോകുന്നു. ഡേയോൺ അവിടെ ടേക്കിങ് വരുന്നത് കാണുന്നു. ടേക്കിങ് എന്ന് വിളിച്ചിട്ട് ടേക്കിങ്ങിന് അവൻ്റെ കയ്യിരിക്കുന്ന ബുക്ക് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ടേക്കിങ് ചോദിക്കും, എന്തിനാ എനിക്ക് ഈ ബുക്കെന്ന്. അപ്പോൾ അവൻ പറയും, എക്സാം വരെയല്ലേ, അപ്പോൾ ഞാൻ ഇതിലെല്ലാ കണക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്, നിനക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കുമെന്ന്. ഡേയോൺ പറയുന്നത് കേട്ടിട്ട് ടേക്കിങ് ചോദിക്കും, നമ്മൾ ഇത്രയും ദിവസമായില്ലേ കണ്ടിട്ട്, എന്നിട്ട് നിനക്ക് ഇത്ര മാത്രമേ എൻ്റെ അടുത്ത് ചോദിക്കാവുള്ളൂ എന്ന്. ഇത് കേട്ടിട്ട് ഡേയോണാണെങ്കിൽ എന്തോന്ന് പറയണമെന്നും അറിയത്തില്ല. ഡേയോൺ അങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ടേക്കിങ് ആണെങ്കിൽ അവൻ്റെ കയ്യിൽ കൊടുത്ത ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് പറയുന്നു, ആ സാരമില്ലെന്ന്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം അവിടെ ഷിൻമു വരെയാണ്. ഷിൻമുവിനെ കണ്ടിട്ട് ഡേയോൺ പറയും, നീ ടേക്കിങ്ങിനെ നല്ലതുപോലെ നോക്കിക്കൊള്ളണേ എന്ന്. അപ്പോൾ ഷിൻമു പറയും, ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ഒരു ചെറുക്കൻ ഡേയോൺ നടന്നു പോകുന്ന സമയത്ത് വന്നിട്ട് പറയാണ്, ഡേയോൺ നിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ ഡേയോൺ ചോദിക്കും, എന്തോന്നെന്ന്. അപ്പോൾ ആ ചെറുക്കൻ പറയും, ആ ഫോട്ടോ ആരെടുത്തെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് കേട്ട ഉടനെ ഡേയോൺ പറയും, വേണ്ട, നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയാനല്ലേ വരുന്നേന്ന്. അപ്പോൾ അവൻ പറയും, അതല്ല, ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് ലീസൂഹിയാണെന്ന്. ലീസൂഹിയാണെന്ന് കേട്ടിടണേ ഡേയോൺ നല്ല ഷോക്ക് ആവുന്നുണ്ട്. ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, ബൈ ബൈ.